ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നന്ദൻ ഓരോന്ന് ചിന്തിച്ച് നിൽക്കുമ്പം സൂര്യ ചെന്ന് കുറച്ച് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അവകാശം ചോദിച്ചു വാങ്ങാൻ പറഞ്ഞും വേണുവിൻ്റെ ബിസിനസ്സിൽ നന്ദനും ഇനി ഇടപെടണം എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ നന്ദന് അത് എത്രത്തോളം പറ്റുമെന്ന് അറിയത്തില്ല. അവന് എന്ത് വേണമെന്നുള്ള കൺഫ്യൂഷനിലാണ്. അഞ്ജലിക്ക് വീട്ടിൽ പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. മനുവിനോട് പറയുമ്പം പൊക്കോളാനും പറയും. മനുവും കൂടെ വരാൻ പറയുമ്പോഴത്തേക്കും അവനതിന് പറ്റില്ല എന്ന് തന്നെ പറയും. എന്തിനാ ഇങ്ങനെ അകൽച്ച കാണിക്കുന്നത്, എന്നെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും കള്ളം പറഞ്ഞു തന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം മനു പറയും അപ്പോൾ അങ്ങനെ പറയാനും കള്ളങ്ങളുണ്ടല്ലേ എന്ന്. അഞ്ജലി പറയും അങ്ങനെയല്ല പ്രഭേച്ചി, വെറുതെ ഓരോന്ന് പറയും, എനിക്ക് കാമുകനുണ്ടോ, ആരാ, എന്താ, ഏതാന്നൊക്കെ. അങ്ങനെ എന്തേലും മനുവിൻ്റെ മനസ്സിലുണ്ടോ എന്നറിയാൻ ചോദിച്ചതാ. എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ മനുവിനോട് പറഞ്ഞിട്ടുള്ളതല്ലേ. താൻ ഇഷ്ടപ്പെട്ട സൂര്യപ്രകാശും ഇവിടുത്തെ പ്രകാശും ഒരാളാന്ന് അറിഞ്ഞത് വളരെ വൈകിയല്ലേ. ഇപ്പം നിങ്ങൾ താമസിക്കുന്ന ഒരു വീട്ടിലും. അഞ്ജലി പറയും അതിനിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന്. വേണ്ട, താനൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞ് മനു അവിടുന്ന് എഴുന്നേറ്റ് പോകും. അഞ്ജലിക്ക് നല്ല സങ്കടം വരും. വിനോദിനിയും യാമിനിയും രണ്ട് വശത്തിരുന്ന് നന്ദനെ പുകഴ്ത്തുന്നു ഉപദേശിക്കുന്നു ഒക്കെ ഉണ്ട്. എങ്ങനെയും അവകാശം ചോദിച്ചു വാങ്ങാനാണ് നന്ദനെ അവർ ഉപദേശിക്കുന്നത്. നന്ദൻ ഏറെക്കുറെ അവരുടെ തലയണ മന്ത്രത്തിൽ വീണിട്ടുമുണ്ട്. മനു ഒറ്റയ്ക്ക് ഇരിക്കുന്നതുകൊണ്ട് സൂര്യ ചെന്ന് ചോദിക്കും, എന്താ മനു, നീ എന്താ എന്നിൽ നിന്ന് ഇപ്പം അകന്ന് നിൽക്കുന്നത്, എന്താ നിനക്കൊരു അകൽച്ചയെന്നൊക്കെ. ഒന്നുമില്ലാന്നും പറഞ്ഞ് മനു പോകാൻ തുടങ്ങുമ്പോൾ സൂര്യ സമ്മതിക്കത്തില്ല. എന്നിൽ നിന്ന് അങ്ങനെ അകലാനൊന്നും നിനക്ക് പറ്റില്ല, നമുക്ക് മാത്രം അറിയുന്ന കുറേ രഹസ്യങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്. മനു ചോദിക്കും അതെന്താ, നീ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ. സൂര്യ പറയും ഭീഷണിപ്പെടുത്തുവൊന്നുമല്ല, ഞാൻ ഉള്ള കാര്യം പറഞ്ഞതാ, എന്ത് രഹസ്യമാണ് നിന്റെ മനസ്സിലുള്ളതെന്ന് ചോദിക്കുമ്പോൾ സൂര്യ പറയും അഞ്ജലി ഞാൻ സ്നേഹിച്ചിരുന്ന കാര്യം നിനക്കും എനിക്കും ചിറ്റപ്പനും മാത്രമേ അറിയൂ, ഈ വീട്ടിലെ വേറെ ആർക്കും അറിയില്ല. മനു പറയും അതാണോ, അതിവിടെ ആരറിഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല, നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കുമെന്നേ ഉള്ളൂ. സൂര്യ പറയും അങ്ങനെയാണെങ്കിൽ നീ ആൾമാറാട്ടം നടത്തിയ കാര്യമോ, അതെനിക്ക് മാത്രമേ അറിയത്തുള്ളൂ, അത് ഞാനിവിടെ എല്ലാവരോടും പറഞ്ഞാലോ. മനു പറയും തലപൂന്ന കേസൊന്നും അല്ലല്ലോ, മാത്രമല്ല അഞ്ജലിക്ക് ഇതെല്ലാം അറിയാവുന്നതാ, വേറെ ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. സൂര്യ പറയും എന്നാലും മനു എനിക്കൊരു സംശയം, നിനക്കും കൃഷ്ണയ്ക്കും എങ്ങനെ ഒരേ മുഖശ്ശായി വന്നേന്നാ. മനു പറയും രക്തബന്ധം ഇല്ലാതെ അങ്ങനെ ഒരേ മുഖശ്ശായി വരുന്ന ഒരുപാട് ആളുകളുണ്ട്, നീ അതിന് വേറെ അർത്ഥമൊന്നും കണ്ടെത്തണ്ടെന്നും പറഞ്ഞ് അവിടുന്ന് പോകും. പിറ്റേന്ന് രാവിലെ തന്നെ അഞ്ജലിയെ കാണാൻ അവരുടെ വീട്ടിലേക്ക് രാജുവും വീണയും വരുന്നുണ്ട്. അവരെ കണ്ട് വേണുവും ചിത്ര ഇറങ്ങി ചെല്ലും. എന്താ ഒന്ന് വിളിച്ചു പോലും പറയാതെ പെട്ടെന്ന് വന്നേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. രാജു പറയുന്നുണ്ട് ഇവക്ക് മോളെ കാണണമെന്ന് ആഗ്രഹം പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി, അതാ ഇങ്ങ് പോകുന്നതെന്ന്. ചിത്ര അഞ്ജലിയെ വിളിക്കുന്നുണ്ട്. അത് കേട്ട് അഞ്ജലി ഇറങ്ങി വരുമ്പോൾ കാണുന്നത് അച്ഛനും അമ്മയാണ്. അച്ഛാന്നും വിളിച്ച് ആദ്യം അയാളുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നത്. അയാളെ കെട്ടിപ്പിടിച്ച് സുഖമാണെന്നൊക്കെ ചോദിക്കും. വീണ പറയും അച്ഛൻ മാത്രമല്ല അമ്മയും കൂടി ഉണ്ടെന്ന്. അഞ്ജലി പോയി അമ്മയും കെട്ടിപ്പിടിക്കും. എന്നിട്ട് പറയും ഇന്നലെയും കൂടി ഞാൻ മനൂട്ടനോട് പറഞ്ഞതേ ഉള്ളൂ എനിക്ക് അച്ഛനെയും അമ്മയും കാണണമെന്ന്, എൻ്റെ ആഗ്രഹം പോലെ തന്നെ നടന്നു എന്ന് പറഞ്ഞ് അഞ്ജലി ഒരുപാട് സന്തോഷത്തിലാണ്. വേണു അവരെ അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. മനു എവിടെയെന്ന് വീണ ചോദിക്കുമ്പോൾ റൂമിലുണ്ട്, ഞാൻ വിളിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് അഞ്ജലി വേഗം റൂമിലേക്ക് ഓടി ചെല്ലും. മനു റൂമിൽ ഫോണിൽ നോക്കി കിടക്കുകയാണ്. അഞ്ജലി പറയുന്നുണ്ട് മനൂട്ട അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്, ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ ഉള്ളൂ അവരുടെ അടുത്തേക്ക് പോകണമെന്ന്, എൻ്റെ മനസ്സറിഞ്ഞ പോലെ അവരിതേ വന്നു. മനു ചിരിക്കുമ്പോഴത്തേക്കും അഞ്ജലി പറയും ഒന്ന് വാ മനൂട്ട. മനു പറയും ആ വരാതെ പറ്റില്ലല്ലോ, നമ്മുടെ ഇടയിലെ ഇണക്കങ്ങളും പിണക്കങ്ങളും നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരെ. അഞ്ജലി പറയും അതെ, അല്ലെങ്കിലും അങ്ങനെ ഒരു വാക്ക് പോലും ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടില്ല, മനൂട്ടനും ഒന്നും പറയാതിരുന്നാൽ മതി, വേഗം വരണേ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അതും പറഞ്ഞ് അഞ്ജലി പോകാൻ തുടങ്ങുമ്പോൾ മനു അഞ്ജലിയെ വിളിക്കും. അഞ്ജലി തിരിഞ്ഞു നിൽക്കും. മനു അവളുടെ അടുത്ത് നിന്നിട്ട് ചോദിക്കും എന്തു പറ്റി, ഒന്ന് വിളിച്ചു പറയുക പോലും ചെയ്യാതെ നിന്റെ അച്ഛനും അമ്മയും ഒരു സർപ്രൈസ് വിസിറ്റ്, അതോ വിളിച്ചിരുന്നോ, അവരിങ്ങോട്ടല്ല നീ അങ്ങോട്ട്. അഞ്ജലി പറയും ഇല്ല ഞാൻ വിളിച്ചിട്ടില്ല. മനു പറയും ഇല്ലെങ്കിൽ നല്ലത്, ഞാൻ കരുതി മനസ്സ് തുറന്ന് സംസാരിക്കാൻ വേണ്ടി നീ വിളിച്ചു വരുത്തിയതാന്ന്. മനൂട്ടൻ എന്ത് വിഡ്ഢിത്താ പറയുന്നത്, ഞാനൊന്നും പറയാൻ വീട്ടുകാരെ വിളിച്ചു വരുത്തത്തില്ല, അങ്ങനൊരു പെണ്ണായിട്ടാണോ മനൂട്ടൻ എന്നെ കണ്ടേക്കുന്നത്. ഇവിടെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും എൻ്റെ വീട്ടിൽ അറിയിക്കാൻ മാത്രം വിവരക്കേടൊന്നും എനിക്കില്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, കാര്യമാക്കണ്ടെന്ന് മനു പറയുമ്പോൾ അഞ്ജലി ചോദിക്കും എന്താ മനൂട്ട എല്ലാ കാര്യത്തിലും എന്നെ സംശയം തുടങ്ങിയോ. അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അഞ്ജലിയുടെ അച്ഛന് വിനോദിനിയും അവരുടെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഏതെങ്കിലും വിധേന അറിയാവുന്നതാണെങ്കിൽ അടിപൊളിയായിരിക്കും. എല്ലാ സത്യവും എല്ലാവരും അറിഞ്ഞാൽ പോലും നന്ദന് ഒരു മാറ്റം ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല. എന്നാൽ പോലും ബാക്കിയുള്ളവർക്ക് ഇവരുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കാൻ പറ്റും.